നമസ്കാരം. അസ്ട്രോവേദിക് വിഷനിലെ ജ്യോതിഷ പരിപാടിയിൽ ഇന്നത്തെ വിഷയം ചോദ്യ നക്ഷത്രത്തെക്കുറിച്ചുള്ള ഒരു മാസത്തെ ഫലം പറയുക എന്നുള്ളതാണ്. ആയതിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ നന്ദിനി, കൊല്ലം ജില്ല കുളക്കടയാണ് സ്ഥലം. 15 വർഷമായി ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നു. തുലാം രാശിയിലാണ് ചോതി സ്ഥിതി ചെയ്യുന്നത്. രാശിയാധിപൻ ശുക്രനും നക്ഷത്രാധിപൻ രാഹുവുമാണ്. ചോതി നക്ഷത്രം ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർ പൊതുവെ ശാന്തശീലരാണ്. അവരുടെ സുദൃഢമായ മനഃശക്തിയും വൈരാഗ്യബുദ്ധിയുമാണ് അവരുടെ ജീവിതത്തിൽ ഉയർച്ചയിലെത്തിക്കാറുള്ളത്. ചോതി നക്ഷത്രം ക്ഷേത്ര ദർശനത്തിനും വിത്തുകൾ നടുന്നതിനും വളരെ ഉത്തമമാണ്. ഗ്രഹസ്ഥിതി അനുസരിച്ച് ഗ്രഹങ്ങൾ സദാ സഞ്ചരിക്കുന്നതിനനുസരിച്ച് ചോതി നക്ഷത്രക്കാർക്ക് ശനി 6ാം ഭാവത്തിലാണ്. 6ാം ഭാവം ശനിക്ക് ഇഷ്ടസ്ഥാനമാണ്, ശത്രുസ്ഥാനവും കൂടിയാണ്. ആകയാൽ ചോതി നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസക്കാലം ഭക്ഷണത്തിൽ പ്രിയവും അതുമൂലം ഉണ്ടാകുന്ന വായു സംബന്ധമായിട്ടുള്ള രോഗവും ഉണ്ടാകാവുന്നതാണ്. ഇഷ്ടസ്ഥാനത്തിൽ നിൽക്കുകയാൽ സർക്കാരിൽ നിന്നും ആനുകൂല്യവും നീതിബോധവും ലഭിക്കുന്നതാണ്. 2ാം ഭാവത്തിന്റെ 7ാം ഭാവത്തിന്റെ അധിപതിയായ കുജൻ ചോതി നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുകയാൽ ധനം, വാക്ക്, ഭൂമി സംബന്ധമായിട്ടുള്ള വ്യവഹാരം, വിവാഹം, യാത്ര ഇവയ്ക്കെല്ലാം തടസ്സം ഉണ്ടാവുകയും ഓഗസ്റ്റ് 2ാം തീയതി മുതൽ ബുധൻ രാശി മാറുകയാൽ 9ാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ ഈ കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായ ഫലം ഉണ്ടാകുന്നതാണ്. ചോതി നക്ഷത്രക്കാർ ഭാഗ്യാധിപനായ ബുധൻ സ്വക്ഷേത്ര ബലവാനായി ഭാഗ്യത്തിൽ തന്നെ സ്ഥിതി ചെയ്യുകയാൽ ഭാഗ്യ അഭിവൃദ്ധിയും അതുമൂലം ഉണ്ടാകുന്ന കീർത്തിയും സന്തോഷവും മനസുഖവും ലഭിക്കുന്നതാണ്. ബുധൻ ഓഗസ്റ്റ് 5ാം തീയതി 10ാം ഭാവത്തിലേക്ക് മാറുന്ന സമയത്ത് ഒരു മാസക്കാലം തൊഴിലിൽ, പ്രവർത്തികളിൽ, വിദ്യയിൽ, എല്ലാ ബുദ്ധിശക്തിയിലും ഉയർച്ചയും നല്ല ഫലവും ലഭിക്കുന്നതാണ്. സർവേശ്വരകാരകനായ വ്യാഴം ചോതി നക്ഷത്രക്കാർക്ക് ഉച്ചസ്ഥനായി ഹംസയോഗ ബലവാനായി കർക്കടകത്തിൽ സ്ഥിതി ചെയ്യുകയാൽ സർവ ഐശ്വര്യവും ഭാഗ്യവും ദീർഘായുസ്സും ഉണ്ടാകുന്നതാണ്. രാശ്യാധിപനായ ശുക്രൻ 11ാമത്ത് നിൽക്കുകയാൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ്. 5ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു മാനസികമായിട്ടുള്ള സമ്മർദ്ദം, രോഗം എന്നിവ ഉണ്ടാക്കുന്നതാണ്. ആകയാൽ രാഹുപ്രീതി വരുത്തുക, സർപ്പക്കാവിൽ നീർമരുത് നട്ടുപിടിപ്പിക്കുക എന്നിവ രാഹുദോഷത്തിന് വളരെ നല്ലതാണ്. രാഹുപ്രീതിയും ശുക്രപ്രീതിയും ചോതി നക്ഷത്രക്കാർക്ക് ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. വെള്ളിയാഴ്ചയും ചോതി നക്ഷത്രവും കൂടുന്ന ദിവസം ലക്ഷ്മി പൂജ നടത്തുന്നത് ശുക്രപ്രീതിക്ക് വളരെ ഉത്തമമാണ്.